ശബരിമല തന്ത്രിക്ക് ഹൈക്കോടതിയുടെ ഉപദേശം. തന്ത്രി എന്ന നിലയിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണം, കടമകളും ഉത്തരവാദിത്തങ്ങളും തികഞ്ഞ ഭക്തിയോടെ നിർവഹിക്കണമെന്നും കോടതി. കണ്ഠരര് ബ്രഹ്മദത്തനെ തന്ത്രിയാക്കാനുള്ള തീരുമാനം അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട പരാമർശം. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, അടുത്ത സീസണിലേക്ക് കിടക്കുകയാണ് ശബരിമല സന്നിധാനം മണ്ഡലകാലം. ഇപ്പോൾ അവിടെ തന്ത്രിയായി എത്തുന്ന ബ്രഹ്മദത്തനാണ്, കണ്ഠരര് രാജീവരുടെ മകനാണ്. അവിടെയുള്ള സാഹചര്യങ്ങൾ അറിയാമല്ലോ. കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട ശബരിമല കൊള്ളയിട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അവിടെ ഇപ്പോൾ കോടതി ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ഉപദേശം എന്ന നിലയിൽ കാര്യങ്ങൾ പറയുന്നത്? ബിനിൽ. പ്രജീഷെ, ചിങ്ങം 1 ശബരിമല നട തുറക്കുമ്പോൾ പുതിയ തന്ത്രിയായിരിക്കും ഉണ്ടാകുക. കണ്ഠരര് ബ്രഹ്മദത്തനെ പുതിയ തന്ത്രിയാക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം അത് റാക്ടിഫൈ ചെയ്യുകയാണ്, അത് അംഗീകരിക്കുകയാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചെയ്തിരിക്കുന്നത്. അത് സംബന്ധിച്ചൊരു വിശദമായ ഉത്തരവ് തന്നെയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇറക്കിയിരിക്കുന്ന. ആ ഉത്തരവിന്റെ അവസാന ഭാഗത്താണ് ഉപദേശ രൂപേണയുള്ള ചില പരാമർശങ്ങൾ കോടതി നടത്തിയിരിക്കുന്നത്. ആ ഉപദേശങ്ങൾ ശ്രദ്ധേയമാകുന്നത് പ്രജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിലാണ്. കണ്ഠരര് രാജീവര് ഈ സ്വർണ്ണക്കൊള്ള കേസിലെ 2 കേസുകളിൽ പ്രതിയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ശബരിമലയിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നത്. താനിനി ശബരിമലയിലേക്കില്ല എന്ന് ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം പറയുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. എന്തായാലും പിന്നീട് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് തൻ്റെ മകനെ തന്ത്രിയാക്കണമെന്ന അപേക്ഷ നൽകിയത്. ആ അപേക്ഷ ദേവസ്വം ബോർഡ് ഒരു സമിതിയൊക്കെ വെച്ച് പരിശോധിച്ചു, അതിനുശേഷം അംഗീകരിച്ചു. അങ്ങനെ ആ തീരുമാനമെടുക്കാനായി ഹൈക്കോടതിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ തീരുമാനങ്ങളൊക്കെ അംഗീകരിച്ചു. ഒപ്പം തന്നെ കോടതി പറയുന്നു, തന്ത്രി എന്ന നിലയിൽ താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ജാഗ്രതയോടുകൂടി തന്നെ വേണം. ഭക്തി, നിറഞ്ഞ ഭക്തി എപ്പോഴും മനസ്സിലുണ്ടാവണം. അവിടെ ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഒപ്പം തന്നെ ക്ഷേത്രാചാരങ്ങളും അത് സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം എന്നും മനസ്സിലുണ്ടാകണം. ദശലക്ഷക്കണക്കിന് ഭക്തർ വിശ്വാസമർപ്പിക്കുന്ന ഇടമാണ്. അതെന്നും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം താങ്കളുടെ പ്രവൃത്തി. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്കളിൽ നിന്ന്. ഒപ്പം തന്നെ കടമകളും ഉത്തരവാദിത്തങ്ങളും തികഞ്ഞ ഭക്തിയോടുകൂടി തന്നെ നിർവഹിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നുകൂടി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കുകയാണ്. അതായത് കണ്ഠരര് ബ്രഹ്മദത്തൻ പുതിയ തന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുമ്പോൾ വളരെ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് മുന്നിൽ കോടതി ഈ നടത്തുന്ന ഉപദേശങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കറിയാം, ശബരിമലയിൽ പല തരത്തിലുള്ള ആൾക്കാർ വരും. തന്ത്രികളെ ഒക്കെ കാണാനായി പലതരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ എല്ലാം തന്നെ വളരെ ജാഗ്രതയോടുകൂടിയും ദൈവന്റെ ഹിതമനുസരിച്ചും ഒക്കെ തന്നെ പ്രവർത്തിക്കണമെന്ന് കോടതി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സമീപകാലത്ത് ഇത്തരത്തിലുള്ള ചില ഉപദേശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള കാരണം നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ്.